വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി സ്വർണ്ണ വിപണി. ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും വീണ്ടും ഇടിവിലാണിപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്നലെ രാത്രിയോടുകൂടി 2500 വീണ്ടും ഉയർന്നെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് 2493 ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സ് 71626 നിന്നും 71477 വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണവില ഇന്നലെ ഒരു പവനി 200 രൂപ കുറഞ്ഞ് 53,360 എത്തുകയായിരുന്നു. അതേസമയം ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു പവനി 53,360 വ്യാപാരം നടന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എങ്ങോട്ട് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബുധനാഴ്ചത്തെ ഫെഡ് മീറ്റിംഗിന് ശേഷം സ്വർണ്ണവില ഇനി എങ്ങോട്ട് എന്ന് പ്രവചിക്കാനാവൂ. അതേസമയം വെള്ളിയാഴ്ചത്തെ പണപ്പെരുപ്പ ഡാറ്റയ്ക്ക് ശേഷമേ സ്വർണ്ണ വിപണി ഇനി ഉയരോ അല്ലെങ്കിൽ ഇടിയോ എന്ന് പ്രവചിക്കാനാവൂ. 24K തങ്കം വിലയിലും ഇടിവിലാണിപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് ഇന്നലെ 7265 വരെ ഉയർന്നിരുന്നത് ഇപ്പോൾ നിൽക്കുന്നത് 7260 തൃശ്ശൂരിൽ 55 9 മന്ത്സ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി 300 മുതൽ 400 രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം. വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 90 10 ഗ്രാമിന് 900 വ്യാപാരം നടക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരം തന്നെ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വന്നെങ്കിലും ഇതുവരെയായിട്ട് പലിശ നിരക്ക് കുറക്കാത്തത് സ്വർണ്ണ വിപണി വീണ്ടും ഇടിയാനൊരു കാരണമായി. ഒരുപക്ഷെ അടുത്ത മീറ്റിംഗിന് ശേഷം പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള പ്രഖ്യാപനം വരികയാണെങ്കിൽ സ്വർണ്ണവില 60,000 കടന്ന് മുന്നേറിയേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.